ഹായ് ഫ്രണ്ട്സ് ഡയറക്റ്റ് പോവാം. അങ്ങനെ ഹീറോയ്ക്ക് എല്ലാം കണ്ട് ഷോക്കായിരുന്നു. അതുകൊണ്ട് ഷോക്കിൽ ഹീറോയി എന്താണ് നടക്കുന്നത് ഇവിടെ, അതെ എന്തും നടക്കുന്നു എന്നറിയാതെ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. മാരേജ് ആണോ എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് അറിയാൻ തുടങ്ങിയായിരുന്നു. സുഖമൊക്കെ മാരേജാ എന്ന് പറഞ്ഞ ഹീറോ നല്ല കരച്ചിൽ കരയായിരുന്നു. കരഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് വന്ന് നോക്കുമ്പോൾ ഹീറോയ്ക്ക് അറിയുന്ന കണ്ട ഹീറോയുടെ സമാധാനമാക്കായിരുന്നു. പാവം ഹീറോയ്ക്ക് നല്ല കരച്ചിൽ വന്നായിരുന്നു. എനിക്ക് സുഖം ഇല്ല എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് നല്ല കരയായിരുന്നു. ആ മാരേജ് ബീച്ച് സൈഡാണ് നടക്കാൻ പോകുന്നത്. കാര്യം അറിയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എവിടെ പറയുന്നു, പ്ലീസ് പറയൂ. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. മച്ചി ഈ ബീച്ച് സൈഡിലാണ്, ബീച്ച് സൈഡിലാണ് മാരേജ് നടക്കുന്നത്. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോ അവിടേക്ക് പോയിരുന്നു. ഹീറോയിൽ പോയിട്ട് അവിടെ സാഡായിട്ടിരുന്നായിരുന്നു. ഹീറോയുടെ ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. മമ്മി എന്താ ചെയ്യുന്നത്, ബാപ്രിയ എന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞിട്ട് ഒരു പറഞ്ഞ അതൊരു വീട് മാറി, അതൊരു പ്ലേസാണ്. ആനായിട്ട് ഹീറോയിന് വീട് ചേഞ്ച് ആയിരുന്നു. എന്താ മമ്മി പറഞ്ഞത്, ഇല്ല മോളെ അതൊന്നുമില്ല എന്ന് പറയുന്ന ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെയായിട്ട് അറിയാതെ അതുകൊണ്ട് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ ബീച്ച് സൈഡാണ് വന്നതായിരുന്നു. അപ്പോൾ ഷുഗ അവിടെ ഇരുന്നിട്ട് സംസാരിച്ചായിരുന്നു. ഹീറോയ്ക്ക് സാഡായിരുന്നു. അങ്ങനെ ആരും പോകാൻ പറ്റില്ല. ഹോട്ടൽ പറഞ്ഞ് പൂച്ചേൻ്റെ ഹോട്ടലിലാണ് മാരേജ്. അങ്കിൾ ഹോട്ടലാണ്. പൂജ അകത്ത് പോയിട്ടായിരുന്നു. ബോഡിഗാർഡ് ഇത് ഇവിടുത്തെ ഓണറാണ് എന്ന് പറഞ്ഞ് ഹീറോയിൻ ഫ്രണ്ട് അവർ പോകണം പറയായിരുന്നു. ഓണറിൻ്റെ അങ്ങനെയായിട്ട് ഹീറോയിൻ ഫ്രണ്ട് പോയിരുന്നു. ഹീറോയിൻ നോക്കുമ്പോൾ ഷുഗാക്കും ഒരു ഗേൾ ഉണ്ടായിരുന്നു. ഷുഗാക്കും ആ ഗേൾക്ക് മാരേജാണ്. ഷുഗ റിങ് ഇടാൻ പോകാമായിരുന്നു. അപ്പോൾ ഹീറോയിൻ എല്ലാവരും ഒക്കെ ചിരിക്കായിരുന്നു. അപ്പോൾ റിങ് ഇടാൻ പോകുന്നത് നിങ്ങൾക്ക് മാരേജ് ഓക്കെ ആണോന്ന് ഷുഗ പറയുന്നു. ഐ ഡു എന്നാലും അവർ വേണ്ടി പറയായിരുന്നു. അപ്പോൾ റിങ് ഇടാൻ പറയായിരുന്നു. അങ്ങനെയായിട്ട് റിങ് ഇടാൻ പോയിരുന്നു ഷുഗ. ഹീറോയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിൽ ഒടഞ്ഞു എനിക്കായിരുന്നു. ഇതിരുന്ന് എനിക്ക് ശരിയാവില്ല പറഞ്ഞ ഹീറോ അവിടുന്ന് പോയെന്ന്. ഹീറോയി പോയിട്ട് എനിക്ക് ബാത്റൂം വരുന്നു എന്ന് പറഞ്ഞ് ഹീറോയി ബാത്റൂം പോയെന്ന്. ഭയങ്കര മനസ്സുള്ള കരയായിരുന്നു ഹീറോയി. അങ്ങനെയായിട്ട് മാരേജ് നടന്നായിരുന്നു മാരേജ്. അതിന്ന് ഹീറോയ്ക്ക് ഒരുപാട് സാഡായിരുന്നു. അങ്ങനെ കല്യാൺ ചെക്കന് പോയെന്ന് അറിയായിരുന്നു. അങ്ങനെ ഹീറോയി വീട്ടിലേക്ക് പോകാന്നൊക്കെ ആയിരുന്നു. ഫ്രണ്ട് പറയായിരുന്നു. അങ്ങനെ ഹീറോയി പറയായിരുന്നു, എന്താടി നീ പറഞ്ഞത് എന്ന് പറയുന്ന ഹീറോയി കേൾക്കായിരുന്നു. ആന പറയായിരുന്നു, എടി മാരേജ് പറഞ്ഞായിരുന്നു, അതൊക്കെ എന്താ ചെയ്യാന്ന് പറയുന്നു. വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഹീറോയെ സമാധാനമാക്കായിരുന്നു. ഹീറോയുടെ മമ്മി പറയുന്നു, മോളെ പ്രിയ നിനക്ക് മാരേജാ. എന്താ അമ്മ പറയുന്നത്, അതേ മോളെ മാരേജാ, ഈ മാരേജ് വേണ്ടെന്ന് പറയണ്ട. ശരി അമ്മ എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് അറിഞ്ഞിട്ട് മാരേജ് സമ്മതിച്ച് അവരെ മൈലാഞ്ചി അതേപോലെ വെച്ച് നല്ല ഉറക്കമായിരുന്നു. ഹീറോയ്ക്ക് കരിഞ്ഞ് ഉറങ്ങായിരുന്നു. രാവിലെ ഹീറോയ്ക്ക് മാരേജ് ആയിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് നല്ല മാരേജ് നടന്നായിരുന്നു. അതുകൊണ്ട് മാരേജ് നടന്നു. അങ്ങനെ റൂമിൽ പോകാൻ തുടങ്ങിയായിരുന്നു. റൂമിൽ പോയായിരുന്നു. അങ്ങനെ റൂമിൽ ഹീറോയുടെ ഹസ്ബൻഡ് പറയായിരുന്നു, എനിക്ക് കുറച്ച് ടയർഡാണ്, അതുകൊണ്ട് നമുക്ക് ഉറങ്ങാമെന്ന് പറയുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. ഹീറോയിൻ ഉറങ്ങിയായിരുന്നു. ഹസ്ബൻഡ് ഹീറോയിനെ ഒരുമാതിരി നോക്കായിരുന്നു. ഹീറോയ്ക്ക് അറിയില്ല. ശരി ഓക്കെ കുറേ ടൈം പോട്ടെ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ടൈം പോകാൻ തുടങ്ങിയായിരുന്നു. അതേ ബീച്ച് സൈഡ് ഹീറോ പോകാറുണ്ട്. ആ ബീച്ച് സൈഡിൽ ട്രക്ക് റിസർച്ച് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഹീറോ ഷോക്കായിട്ട് നോക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഇവിടെ പ്രപ്പോസ് ആയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ ഇറങ്ങി വന്നായിരുന്നു. അങ്ങനെ ഹൊപ്പ് ഹീറോയുടെ അടുത്ത് വന്നായിരുന്നു. ഹായ് ബ്യൂട്ടി. ഹോപ്പ് കണ്ട് ഷോക്കായി നോക്കായിരുന്നു. എന്ന് പറഞ്ഞ ഹീറോയുടെ ഫ്രണ്ട് നോക്കിയിട്ട് പറയായിരുന്നു. ഫ്രണ്ട് ഷോക്കായിരുന്നു. എന്താ എനിക്കിന്ന് ഇഷ്ടമാണ് പ്രപ്പോസ് ചെയ്യുന്ന ഹീറോയുടെ ഫ്രണ്ട് അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അകത്ത് പോകാൻ പറയായിരുന്നു ഹീറോയിനോട്. എന്തിനാ പോകണോ, അകത്ത് പോകുമെന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പോകുമ്പോൾ വിള് മാരിമി എന്നൊരു പ്രപ്പോസ് ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ മാരിമിയ, അതിൻ്റെ ഹീറോ ഷോക്കായിരുന്നു. അങ്ങനെ ഷുഗ വന്നായിരുന്നു. എനിക്കെന്നെ ഇഷ്ടപ്പെട്ടായിരുന്നോ, ഞാൻ മാരേജ് അയക്കാൻ പറ്റുമോ എന്ന് പറയായിരുന്നു. ഹീറോയി പറയുന്നു എനിക്കെന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് മാരേജ് ആയി എന്ന് ഹീറോയി പറയുന്നു. ഇതായിട്ട് എല്ലാവരും ചിരിക്കായിരുന്നു. അതുകൊണ്ട് ഒരു വോയിസ് കേൾക്കായിരുന്നു. ഇത് നോക്കാം ഹീറോയിൻ്റെ മമ്മി അക്സെപ്റ്റ് ചെയ്യും മോളെ എന്ന് പറയുന്നത്. അമ്മ എനിക്കല്ലേ മാരേജ് ആയിച്ചാ, എന്താ നിനക്കല്ലേ മോള് മാരേജ് കഴിഞ്ഞ അമ്മ, എന്താ മോളെ പറ്റി നിനക്ക്, ഇവൻ കൂടെ അല്ലേ നിനക്ക് മാരേജ് ആയ, ഇപ്പൊ കോഴേഴ്സസ് മാരേജ് ഇതിവിടെ ഹീറോയ്ക്ക് ഇടി വീണാനിക്കായി. ഇവൻ തന്നെ എൻ്റെ ഹസ്ബൻഡ് പറയുന്നു. ഹീറോയ്ക്ക് കിളി പോയാനിക്കായിരുന്നു. അപ്പോൾ വെഡിങ് ഡ്രസ്സ് കുറേ സൈസ് മാരേജ് ആയിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ വെച്ച് നീ പറഞ്ഞു, അതടി മച്ചി ഷുഗാർണോട്ടിൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് വീഡിയോ കാട്ടാൻ തുടങ്ങിയായിരുന്നു. വീഡിയോ ഫുൾ നോക്കി പിന്നെ ഹീറോയിൻ നോക്കുമ്പോൾ ഷോക്കായിരുന്നു.
എന്ന് പറയുന്നു. ആ അതില്ല മച്ചി, ഞാൻ കുറേയൊക്കെ പോയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് കേൾക്കായിരുന്നു. തിരിഞ്ഞ് നോക്കുമ്പോൾ ഹീറോയിൻ്റെ എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഹായ് മച്ചി, ഞാൻ ഹീറോയുടെ ഫ്രണ്ടിൻ്റെ പേരാണ് മേഘന, എന്നൊരു ഫ്രണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ പോയിരുന്നോടി. ഓട്ടോഗ്രാഫ് കൊടുക്കായിരുന്നു. അത് മാത്രമല്ല, നീ നീ ഒരു ഗിഫ്റ്റ് വെച്ചിരുന്നു. ആ ഗിഫ്റ്റ് കൊണ്ടുപോയി ഷുഗർ കൊടുത്തായിരുന്നു. അതിലൊരു ഡയറി ഉണ്ടായിരുന്നു. അത് ഷുഗർ എടുത്ത് വായിച്ചായിരുന്നു. അപ്പോൾ ഷുഗർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഷുഗാൻ്റെ വീണ്ടും ഞാൻ വെളിയിൽ പോകുമ്പോൾ ഷുഗർ എനിക്ക് വീണ്ടും കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഷുഗാൻ്റെ കേട്ടായിരുന്നു. നിൻ്റെ ഫോട്ടോസ് ഞാൻ കാട്ടിയായിരുന്നു. ഷുഗർക്ക് നിൻ്റെ കുറിച്ച് മൊത്തം പറയായിരുന്നു. അതുകൊണ്ട് ഷുഗർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ആ ഷുഗറിൻ്റെ ഫാമിലിക്ക് അത് നിന്നെ ഒരിക്കൽ കാണാൻ വേണ്ടി വന്നത്. നീ ചുമ്മാ ഇങ്ങനെ വെളിയിൽ പോകുമ്പോൾ ഷുഗർ കണ്ടു. നിനക്ക് ഞാൻ നിന്നെ വീഡിയോ കോൾ ചെയ്ത് കാട്ടിയായിരുന്നു. അതുകൊണ്ട് ഷുഗറിൻ്റെ ഫാമിലിക്ക് എന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് പെണ്ണ് ചോദിച്ചത്. അതുകൊണ്ട് എനിക്ക് മാരേജ് നടന്നത് എല്ലാം പാറായിരുന്നു. ഹീറോ ഷാക്കായിരുന്നു. അതുമാത്രമല്ല ഷുഗരിക്ക് ആര് പറയായിരുന്നു. പ്രിയ, അത് എന്താ, എനിക്കൊരു ഡ്രീം വന്നു. അതേ ഡ്രീമാണ് രണ്ടുപേർക്ക് വന്നത്. ഷുഗർ അത് കാര്യം പറയുന്നത് അത് കേട്ട് ഷോക്കായിരുന്നു. ഷുഗർ ഷോക്കായി നോക്കായിരുന്നു. അതെ, എനിക്കൊരു ഡ്രീം വന്നായിരുന്നു എന്ന് പറയായിരുന്നു. അത് കേട്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഭയങ്കര ഹഗ് ചെയ്തായിരുന്നു. അവരുള്ള ഭയങ്കര ഹാപ്പിയായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ബേബീസ് പറഞ്ഞാൽ ബേബീസ്, അതെ ബേബീസ് ഇതിൽ അതേപോലെ ഡ്രീം വന്നു മതിയാണ് ഹീറോയ്ക്ക് ബേബീസ് ഉള്ളത്. ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പോൾ ഈ ഫാമിലി ഹാപ്പി ആയിട്ട് മുകളിൽ ആകാശത്ത് നോക്കാം. ആകാശത്ത് കോഡ് ഇന്ന് സ്മൈൽ ചെയ്യായിരുന്നു. ആ ഫാരി അതിന് ലവ് ഗോഡ് പറയുന്നു. നിങ്ങളെന്താ ചെയ്ത് വെച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഫാരി കേൾക്കായിരുന്നു. അതുകൊണ്ട് ഗോഡ് കേൾക്കായിരുന്നു. ലവ് ഗോഡിനോട് എന്താ ചെയ്തത്? ഞാൻ ഇവനെ സ്യൂട്ട് ചെയ്തത്. ഇവളും ഇവനെ വൺ സൈഡ് ലവ് ചെയ്യാം. ഇവനിക്കൊരു ലവ് വേണം, ഒരാഗ്രഹം. ഇവന് പിടിച്ച മതികൾ അതെ ഇവൾ തന്നെ അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്ന് ഗോഡ് പറയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും സെറ്റായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഗോഡ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇവർ നന്നായിട്ട് വരട്ടെ എന്ന് ഗോഡ് വരെ വിഷ് ചെയ്തായിരുന്നു. അവരെല്ലാം ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഗോഡ് ഭയങ്കര ആകാശത്തിൽ ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു. അവരെല്ലാം ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ. ഇതൊരു ഡ്രീം സ്റ്റോറി ആയിരുന്നു. ഹായ് ബൈ, സീ യു ഫ്രണ്ട്.